എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടയും മൈദയും വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ളൊരു പലഹാരം തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്കായുടെ കുരു എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് അരയാൻ ആവശ്യത്തിനുള്ള അത്രയും വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇതിലും ലൂസായിട്ട് പോരുത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഈ കയ്യിൽ 4 മിനിറ്റോളം ചൂടായ എണ്ണയിലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇനി ചൂടായിട്ടുള്ള കയ്യിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് വേറൊരു സ്പൂൺ വെച്ചിട്ട് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുക്കി വെച്ച് കൊടുത്താൽ മതി. തന്നെ ഇതിൽ നിന്ന് വിട്ട് വന്നോളും. ഏകദേശം ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോഴേക്കും മാവ് ഇതിൽ നിന്ന് തന്നെ വിട്ട് വന്നോളും. അടുത്ത കയ്യിൽ മാവ് നമുക്കിതുപോലെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേറെ സ്പൂൺ വെച്ചിട്ട് തന്നെ നിറച്ച് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും. ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒരു ബ്രൗൺ കളർ വന്നാൽ പിന്നെ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്